പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവോ പുറത്തിറക്കുന്ന അവരുടെ വിവോ X90 Pro Plus എന്ന് പറയുന്ന ഡിവൈസിൻ്റെ അൺബോക്സിങ് ആൻഡ് ക്വിക്ക് ഫസ്റ്റ് ലുക്ക് റിവ്യൂ വീഡിയോ ആണ്. ആക്ച്വലി ഈ ഒരു സ്മാർട്ട് ഫോൺ 12GB പ്ലസ് 512GB സ്റ്റോറേജ് വരുന്ന വേരിയൻറ്റ് സ്മാർട്ട് ഫോണാണ്. അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്തതിന് ശേഷം ഈ ബോക്സിൻ്റെ അകത്തുള്ള കണ്ടൻസും സ്മാർട്ട് ഫോണിൻ്റെ ഫസ്റ്റ് ലുക്ക് നമുക്ക് നോക്കാം. സോ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓളം വൃത്തിക്കുക. കാരണം ഇന്ത്യയിൽ സ്മാർട്ട് ഫോൺസ് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ സ്മാർട്ട് ഫോൺസിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യാം. ഓബ്വിയസ്ലി നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ടിപ്പിക്കൽ ഓപ്പോയുടെ പാക്കേജിങ് തന്നെയാണ്, വിവോയുടെ പാക്കേജിങ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ മുകളിലായിട്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ വെച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ വിവോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള X90 Pro Plus എന്ന് പറയുന്ന ഡിവൈസ്. ഇത് നമുക്ക് കണ്ടാൽ തന്നെ നമ്മുടെ Mi 12 അൾട്രയുടെ ഡിസൈനായിട്ടൊക്കെ തോന്നുമെങ്കിലും ആ ഒരു രീതിയിലൊന്നുമല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. താഴെയായിട്ട് നമുക്ക് ഗ്ലാസ് സ്ട്രിപ്സ് കാണാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സൈഡിലായിട്ട് നമുക്ക് നല്ല എഡ്ജസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. കർവ്ഡ് ഡിസൈനാണ്. സോ നേരെ നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഫോൺ എടുത്ത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. സോ ഇത് ഞാനിപ്പോൾ കറൻ്റ് ആ ബോക്സ് പീസാണ്. സോ നമുക്ക് നേരെ ഈ ഒരു സ്മാർട്ട് ഫോൺ സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. സോ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ ബൂട്ട് ആവുന്നതായിരിക്കും. സോ ബോക്സിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ചാർജർ കാണാനായിട്ട് പറ്റും. ആക്ച്വലി ഈ വരുന്ന ചാർജർ എന്ന് പറയുന്നത് 60 വാട്ട്സിൻ്റെ ഒരു വിവോയുടെ ഫ്ലാഷ് ചാർജറാണ്. സോ വളരെ ഫാസ്റ്റായിട്ട് കയറുന്ന ഒരു ചാർജറും കൂടെ നമുക്ക് ബോക്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബോക്സിനകത്ത് നമുക്കൊരു കേസും കൂടെ കാണാനായിട്ട് പറ്റും. ആക്ച്വലി ഈ ഒരു കേസിൻ്റെ രണ്ട് ഭാഗങ്ങളും പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല. കാരണം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അത് കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ രണ്ട് സൈഡും പ്രൊട്ടക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഒരു കിടിലൻ കേസാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. സോ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൈഡ് ഭാഗങ്ങളിലൂടെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഇനി ബോക്സിൻ്റെ അകത്തുള്ളത് ഒരു USB Type-C to Type-C കേബിളും അതോടൊപ്പം തന്നെ സിം ഇജക്ഷൻ പിന്നുമാണ്. സോ ഇതാണ് നമ്മുടെ വിവോയുടെ X90 Pro Plus എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. വൺ ഓഫ് ദ പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് കില്ലർ സ്മാർട്ട് ഫോൺ ആയിരിക്കും ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത്. കാരണം വിവോയുടെ X80 Pro Plus വലിയ രീതിയിലുള്ള വിജയകരം നമുക്ക് സൃഷ്ടിച്ചില്ല. ബട്ട് X70 Pro Plus സീരീസ് ഭയങ്കര അധികം ഹൈപ്പ് നൽകിയ ഒരു ഡിവൈസാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഹൈപ്പ് തരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡീറ്റെയിൽഡ് അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. സോ ഇവിടെ കാണാനായിട്ട് പറ്റും 512GB സ്റ്റോറേജ് വരുന്ന ഡിവൈസാണ്. സോ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഇതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വളരെയധികം ക്വാളിറ്റിയാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ബാക്കിലായിട്ട് നല്ലൊരു ലെതറി ടൈപ്പ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ടൊരു ഗ്ലാസ് ഫിനിഷും സീസിൻ്റെ ലോഗോയും ആ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് അല്ലാതെ പിന്നെ ഫ്ലാഷ് ലൈറ്റ് അങ്ങനെ ഒരുപാടധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ഡിവൈസാണ് വിവോയുടെ X90 Pro Plus എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇതൊരു ഫസ്റ്റ് ലുക്ക് വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റിൽ നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ടുപോയത്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. സോ ഇതേപോലത്തുള്ള വീഡിയോസിനായി വീണ്ടും നമുക്ക് കാത്തിരിക്കാം.